കുട്ടികളുടെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ. നിർത്ത് നിർത്ത് നിർത്ത്, ഇത്രക്ക് സങ്കടം വേണ്ട. അപ്പൊ ഇങ്ങനെയല്ലേ പറയേണ്ടത്? കഥ ഇത് തന്നെ, ഇത്ര ഓവറാവണ്ടാന്ന്. ശരി, കുട്ടികളുടെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ. ആ, ഈ ലെവലിൽ പോയാ മതി, അല്ലെങ്കിൽ പൊളിഞ്ഞു. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഇത്ര നേരം കോർപ്പറേഷൻ ഓഫീസിന്റെ വാതിക്ക് ഞാൻ കാശുമായിട്ട് നിൽക്കുക. ഇപ്പൊ ഇവിടെ എന്റെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യാടോ. കാശ് അത്യാവശ്യമാണ്, ഇങ്ങോട്ട് പോവാ. അല്ല പിന്നെ അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? നിങ്ങളുടെ കയ്യിൽ 30 ലക്ഷം രൂപയുണ്ട്. അതിവിടെ നിക്ഷേപിക്കണം. അതിനുള്ള പലിശ മാസാമാസം നിങ്ങൾക്ക് കിട്ടണം. അത് തന്നെയാണല്ലോ എന്റെ തൊഴില്. ആളുകൾ എനിക്ക് പണം കൊണ്ടു തരുന്നു, ഞാനത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഒരു ഇടനിലക്കാരൻ പണം തരുന്നവരോട് ഇക്കാലം വരെ ഇത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതെന്റെ ആവശ്യമില്ല. ഞാനിവിടെ ഇൻകം ടാക്സ് ഓഫീസിൽ നടത്തുന്നല്ലോ അതിന്റെ സോഴ്സ് എന്താ കേൾക്കാൻ. പക്ഷേ നിങ്ങളോട് ഞാൻ ചോദിക്കും, എന്തൊരു കുടുംബശ്രീക്കാർ കള്ളനോട്ടടി വല്ലതും തുടങ്ങിയ, അല്ലെങ്കിൽ ഇത് എവിടുന്ന് കിട്ടിയത്? എന്റെ കുട്ടികളുടെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ. ആവശ്യത്തിന് സ്വത്തും മുതലും ഒക്കെ ഉള്ള കുടുംബത്തിലായിരുന്നു. ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരായതുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പോ എനിക്കും മക്കൾക്കും ഒന്നും തരില്ല എന്ന് പറഞ്ഞു. അവകാശപ്പെട്ടത് മണ്ണായിട്ടോ പണമായിട്ടോ കിട്ടാൻ എനിക്ക് കോടതി പോവേണ്ടി വന്നു. വിധിയായി എനിക്ക് അനുകൂലമായിട്ട്. എന്നാ പിന്നെ വല്ല ബാങ്കിൽ വിട്ടൂടെ? എന്തിനാ ഇവിടെ? എന്റെ ബുദ്ധിമുട്ടുകളിലൊന്നും ഒരു ബാങ്കും സഹായിച്ചിട്ടില്ല. അതിനൊക്കെ ഉണ്ണിത്താ മുതലാളി ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങോട്ടും മുതലാളി തന്നെയാ ഞങ്ങളുടെ ബാങ്ക്. പിന്നെ പലിശയായിട്ട് 1 ഉറുപ്പിക കൂടുതൽ കിട്ടുകയാണെങ്കിൽ എനിക്കും എന്റെ മക്കൾക്കും അതല്ലേ വലുത്. ഒരു ചക്രം, ശ്രീപത്മനാഭന്റെ ഒറ്റ ചക്രം, അത് ലക്ഷ്മി ദേവിയ. മുന്നിൽ വന്ന തട്ടിക്കളയാൻ പാടില്ല, ബഹുമാനിക്കണം. പക്ഷേ എന്റെ അനുഭവത്തിൽ എന്ന് പറയുക, പണം ഇരുതല മൂർച്ചുള്ള ഒരു ബ്ലേഡാ. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നന്നാവാനും നാശമാവാനും അത് മതി. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും രേഖകൾ വേണം. മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് എഴുതി 2 കൂട്ടരും ഒപ്പിടണം. സാക്ഷികളും വേണം. 1 കോപ്പി ഇവിടെ വയ്ക്കും, 1 കോപ്പി നിങ്ങൾക്ക് തരും. എല്ലാ മാസവും 1-ാം തീയതി കൃത്യമായി ഇവിടെ വന്ന് പലിശ കൈപ്പറ്റാം. ഇനി ഗിരിജയുടെ കൈ കൊണ്ട് ഐശ്വര്യമായിട്ടൊരു കെട്ടെടുത്ത് ഇങ്ങോട്ട് വന്നാട്ടെ. അമ്മേ മഹാലക്ഷ്മി, ശ്രീപത്മനാഭ കാത്തോളൂ. ഷാജി ഇപ്പൊ എന്ത് ചെയ്യുന്നു? വണ്ടി കച്ചോടാ. ഒരു പൊടിച്ചായിട്ടിയാ കുടിക്കേനു. ജനമൈത്രിക്കാണെങ്കിലും നിങ്ങൾ എല്ലാരും കൂടി കണ്ടോണ്ടുള്ള ബേജാറ് വേണ്ട. ഒരു പൊടിച്ചാക്കി പറഞ്ഞ സാർ, ഇത്തിരി സ്ട്രോങ് ആയിക്കോട്ടെട്ടോ. എന്താ ഇങ്ങക്കൊന്നും വേണ്ട? നിനക്ക് കുഴൽപ്പണക്കടത്തുണ്ടായിരുന്നല്ലേ? പിന്നെ ഒരു 5-8 കൊല്ലം കരള് കൈ പിടിച്ചോണ്ട് കളിക്കുന്ന ഒരു കളിയാണുള്ളത്. നിർത്തി. പിന്നെ ഞാൻ കഞ്ചാവ് കച്ചവടം തുടങ്ങി. നമ്മളെ ഗ്രൗണ്ടിൽ ടൗൺ ഹാളിന്റെ ഇടയില്. എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുത്ത് ജീവിച്ചു പോകാൻ നിങ്ങൾ സമ്മതിക്കൂലല്ലോ സാർ. അതുകൊണ്ട് അതും നിർത്തി. ഞങ്ങൾക്ക് പണി പോലീസിലായി പോയടോ. കൊണ്ടോട്ടി ബീരാൻകുട്ടിയുടെ കൂടെ നിന്ന സമയത്ത് കുന്നംകുളത്തേക്ക് കൊണ്ടുപോയ കള്ളപ്പണം നീ അടിച്ചു മാറ്റിയെന്നൊരു കേസ് ഉണ്ടായിരുന്നില്ലേ? അപ്പേരിലൊരു 3 മാസം ഗവൺമെന്റ് കഷ്ടായി കിടന്നില്ലേ നമ്മളെ സബ്ജയില്? അത് അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ വണ്ടി കച്ചവടം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നെട്ടോട്ടോടണോ ഈ വെയിൽ കൊണ്ടിട്ട്? അതൊക്കെ ഈ കോയൽപ്പണ പരിപാടിയുടെ ഒരു കള്ളക്കളികളാ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പണി നിർത്തിയതു. ഈ കൊല്ലപ്പെട്ട കൊടുവള്ളിക്കാരൻ അഷ്റഫിനെ ഷാജിക്ക് പരിചയമില്ലേ? ഒരു ദിവസം ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ മൊയ്തീൻപള്ളിന്റെ റോഡില് ഇന്റെ ഒരു ചങ്ങായി ഷബീറിന്റെ കൂടെ. ഓര് വലിയ ചങ്ങായിമാരാ, കുറെ കാലം ഒരുമിച്ച് ഈ പണിയൊക്കെ ചെയ്തോരാ. ഈ ഷബീറിന് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ? ഷബീർ രമേശന്റെ കയ്യാളല്ലേ? ആരേ രമേശൻ? ഭൂലോക ഹറാത്ത. പൈസ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് തന്തിയും തള്ളിയും പടച്ചമ്പരാനില്ല. കോഴിക്കോട്ട് ഒരുവിധം കൊയലും കൊയലിലെ ഒറ്റും ചതികളൊക്കെ രമേശൻ അറിയാൻ നടക്കൂല. അവനിപ്പോ ഇവിടെ ഉണ്ട്, ബംഗ്ലാദേശ് കോളനിയില. ഇത് 4 ഉണ്ട്, ബാക്കി 2. ഇത് എന്ത് ചെയ്യണം? അതവിടെ ഇരുന്നോട്ടെ.
വൈകുന്നേരം ഒരു പാർട്ടിക്ക് മറിക്കാനുള്ളതാ. സരളയ്ക്ക് ഓർക്കണമെങ്കിൽ എഴുതിയാ മതി. എനിക്കെല്ലാം മനക്കണക്കാ. കമ്പ്യൂട്ടർ തോറ്റു. ഇതെല്ലാം കൂടി വീട്ടിൽ കൊണ്ടുവച്ച് എപ്പോഴാ അങ്ങേര് കണ്ടുപിടിക്കാന്നറിയില്ല. എന്റെ സരളക്കുട്ടി ഒരു ദിവസം കണ്ടുപിടിക്കും, അത് ഉറപ്പാ. അപ്പോ വെക്കപ്പിച്ച ശമ്പളവും മുക്കാച്ചക്രം കിമ്പളവും കിട്ടുന്ന ഒരു സാധാ SI ഏമാന് എങ്ങനെയാ അത്രയും വലിയ വീടും സൗകര്യം ഉണ്ടായത്? അങ്ങോട്ട് ചോദിക്കണം. ഈ പുതിയ മൂക്കുത്തിയും കമ്മലും മാലയും വളയും അരഞ്ഞാണോ ഒക്കെ അങ്ങനെ വാങ്ങിച്ചെന്നാണെന്ന് മുഖത്ത് നോക്കി ചോദിക്കണം. എല്ലാം അറിഞ്ഞിട്ട് ഒരു ദിവസം എന്നെ വേണ്ടാന്ന് പറഞ്ഞാലോ? പറയല, ബുദ്ധിയുള്ള ഓരോരുത്തരും പറയല. ഇനി അഥവാ അങ്ങനെ പറഞ്ഞാൽ ഇരിക്കല്ലയോ, ഈ ഉണ്ണിത്ത മുഴുവനായിട്ട് ഇരിക്കല്ലയോ? മിച്ചം വരുന്ന എന്റെ പടം സൂക്ഷിക്കുന്നതിന് ഞാൻ ഇത്രയൊക്കെ തന്നാ പോരായോ? ആരാ നോക്ക? അയ്യോ അങ്ങേരാ. ഹലോ, ഞാനിവിടെ ഷോപ്പിംഗ് മാളിലുണ്ട്. നാളെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ശരി, ഞാൻ ഇപ്പൊ വരാട്ടോ. ദേ, അങ്ങേര് തിരുവനന്തപുരത്ത് നിന്ന് വന്നു. താക്കോൽ എന്റെ കയ്യില. അതൊരു മാതിരി മറ്റടുത്ത് ഏർപ്പാടായി പോയല്ലോ. ഉച്ചയ്ക്ക് 2 എണ്ണം വീശിയിട്ട് ഊണും കഴിഞ്ഞ് ചൂടും പറ്റി ഒന്ന് മയങ്ങാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പെണങ്ങാതെ. ഞാനിപ്പൊ പോയാൽ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. ഇവിടെ വേസ്റ്റ് എടുക്കാൻ വേറെ ആൾക്കാരാണല്ലോ വരാറ്. ജാനയും കൂട്ടരല്ലേ? ഓര് പറഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ കണ്ടമാനം വേസ്റ്റ് എടുത്ത് കളയാനുണ്ടല്ലേ? ഇല്ലല്ലോ. എന്തില്ലല്ലോ, അങ്ങോട്ട് മാറി നിൽക്കതല്ലേ, കണ്ടമാനം പണി തീർക്കാനുള്ളതാ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. ഈ പിന്നാമ്പറത്തെ വാതിൽ അടച്ചു കുറ്റിയിട്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആ സരളയില്ലേ, SI ബാലേന്ദ്രന്റെ ഭാര്യ, അവളെ പെട്ടെന്ന് ഇവിടേക്ക് വിളിച്ചു വരുത്തണം. ഉണ്ണിത്താ മുതലാളിക്ക് ഒരു നെഞ്ചുവേദന. വേഗം ഒന്നിങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇത്രയും ഫോണിൽ കൂടെ പറഞ്ഞാ മതി. അതിന് ഉണ്ണിത്താ മുതലാളി ഇവിടെ ഇല്ലല്ലോ. അതൊക്കെ വരുത്തി കാണിച്ചു തരാം. ആ പെമ്പർ നിർത്തിയിട്ട് നമ്പറിലോട്ട് വിളിക്കുന്നത്. ഹലോ. എന്റെ ഈശ്വരാ, ഞാനിപ്പോ വരാം. ഞങ്ങളെ ഈ വേഷത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ല നിനക്ക്? കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾ. ഉണ്ണിത്താന്റെ നെഞ്ച് വേദനിച്ചപ്പോ എന്റെ കുട്ടിയുടെ മനസ്സ് വേദനിച്ചു അല്ലേ? അത്രക്കില്ല അപ്പോ നിങ്ങൾ തമ്മി. ഗിരിജേടത്തിയെ, മൂപ്പത്തിക്ക് സംഗതി പറഞ്ഞു കൊടുക്കി. ഞങ്ങളുടെ കുറച്ച് കാശ് മൂപ്പരുടെ കയ്യിൽ പെട്ടിരിക്കുക. അതാ നെറികെട്ടോന്റെ കയ്യിൽ നിന്ന് വാങ്ങാനാ ഞങ്ങൾ വന്നത്. അതിന് സരള ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞാനോ? എങ്ങനെ? ഒറ്റ ഫോൺ വിളി. നിങ്ങൾ മൂപ്പരെ കാണാൻ പൂതി മൂത്തിവിടെ എത്തിയിരിക്കുകയായിരുന്നു. എത്തിയപ്പോ വീട് തുറന്നെടുക്കായിരുന്നു. അകത്ത് കയറി നോക്കിയപ്പോ അലമാരകളെല്ലാം കുത്തി തുറന്ന് ഇല്ല പണ്ടവും പണം എല്ലാം കൂടെ കട്ടുകൊണ്ടിരിക്കണ്. പെട്ടെന്ന് ഇവിടെ എത്തണം. ഇത്രയൊന്ന് വിളിച്ചു പറഞ്ഞാ മതി. ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് പറ്റില്ല. എന്നാ പിന്നെ ഞങ്ങൾ SI ബാലേന്ദ്രൻ സാറിനെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കാം. എന്താ? നിന്ന് കുണുങ്ങാതെ പെട്ടെന്ന് പറഞ്ഞ പണി ചെയ്യണേ, ഇല്ലെങ്കിൽ ഞാൻ